മുഹമ്മദ് ഹനീഫ എന്ന കൊച്ചിൻ ഖനീഫ ഒരു ഇന്ത്യൻ നടനും ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായിരുന്നു. 1970-കളിൽ പ്രധാനമായും വില്ലൻ വേഷങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ കരിയർ ആരംഭിച്ചത്. അതിനു മുമ്പ് മലയാള സിനിമയിലെ ഏറ്റവും ജനപ്രിയ ഹാസ്യ നടന്മാരിൽ ഒരാളായി. 1951 ഏപ്രിൽ 22 കൊച്ചിയിൽ വെളുത്തേടത്ത് തറവാട്ടിൽ നബി മുഹമ്മദിന്റെയും ഹാജിറയുടെയും 8 മക്കളിൽ രണ്ടാമനായി ജനനം. കൊച്ചി സെന്റ് അഗസ്റ്റിൻ സ്കൂൾ, സെന്റ് ആൽബർട്ട്സ് കോളേജ് എന്നിവിടങ്ങളിൽ പഠിച്ച് കൊമേഴ്സിൽ ബിരുദം നേടി. 1972 വിജയൻ സംവിധാനം ചെയ്ത അഴിമുഖം എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു. അദ്ദേഹം മലയാളത്തിൽ 300ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചു. കമലഹാസനോടൊപ്പം മഹാനദി എന്ന ചിത്രവും രജനികാന്തിനൊപ്പം ശിവാജി, എന്തിരൻ തുടങ്ങിയ ജനപ്രിയ സിനിമകൾ ഉൾപ്പെടെ 80-ലധികം തമിഴ് ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചു. ഒരു സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹം അറിയപ്പെടുന്നത് ആംഗിളിയുടെ താരാട്ടെന്ന 1987 ഇറങ്ങിയ ചിത്രവും 1993 ഇറങ്ങിയ വാത്സല്യം എന്നീ ചിത്രങ്ങളിലൂടെയായിരുന്നു. മലയാളത്തിൽ മാന്നാർ മത്തായി സ്പീക്കിംഗ്, ദേവാസുരം, കിരീടം, ചെങ്കോൽ, പഞ്ചാബി ഹൗസ്, സ്വപ്നക്കൂട്, പുലിവാൽ കല്യാണം, മീശമാധവൻ, CID മൂസ, തിളക്കം തുടങ്ങി നിരവധി മലയാള സിനിമകളിൽ ഹനീഫ വിസ്മരണീയമാക്കിയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. വാത്സല്യം, 3 മാസങ്ങൾക്ക് മുമ്പ് എന്നീ ചിത്രങ്ങൾ ഉൾപ്പെടെ 2010 പുറത്തിറങ്ങിയ മദ്രാസപട്ടണം, എന്തിരൻ എന്നിവയാണ് അദ്ദേഹം അവസാനമായി അഭിനയിച്ച തമിഴ് ചിത്രങ്ങൾ. അംഗരക്ഷകൻ എന്ന ചലച്ചിത്രമായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന മലയാള ചലച്ചിത്രം. വില്ലൻ വേഷങ്ങളിൽ തുടങ്ങിയെങ്കിലും പതിയെ ഹാസ്യ കഥാപാത്രങ്ങളിലേക്ക് അദ്ദേഹം മാറിയത് നാടകീയമായ സപ്പോർട്ടിംഗ് ക്യാരക്ടർ റോളുകളും അദ്ദേഹം മികച്ച രീതിയിൽ അവതരിപ്പിച്ചു. ഹനീഫയുടെ ഹാസ്യവേഷങ്ങൾ സ്വയം അപകീർത്തിപ്പെടുത്തുന്ന സ്വഭാവത്തിൽ അദ്ദേഹത്തിന്റെ ശരീരഘടനയെ സമർത്ഥമായി പകർത്തി ഒടുവിൽ അദ്ദേഹം മലയാള സിനിമയിലെ ഏറ്റവും ജനപ്രിയ ഹാസ്യ നടന്മാരിൽ ഒരാളായി മാറി. കിരീടത്തിൽ അദ്ദേഹം ഹൈദ്രോസ് എന്ന തമാശക്കാരനായ റൗഡിയായി അഭിനയിച്ചു. മാന്നാർ മത്തായി സ്പീക്കിംഗ് എന്ന ചിത്രത്തിലാണ് ഹാസ്യ നടൻ എന്ന നിലയിൽ അദ്ദേഹം ആദ്യമായി ശ്രദ്ധിക്കപ്പെട്ടത്. അവിടെ അദ്ദേഹം എൽദോ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. പഞ്ചാബി ഹൗസ് എന്ന ചിത്രമാണ് മലയാള സിനിമയിലെ ഒരു പ്രധാന ഹാസ്യ നടൻ എന്ന നിലയിൽ അദ്ദേഹത്തെ സ്ഥാപിച്ചത്. മികച്ച കോമഡിയായി കണക്കാക്കപ്പെടുന്ന മലയാള സിനിമയിൽ ഹനീഫ അവതരിപ്പിച്ചത് ഗംഗാധരൻ എന്ന കഥാപാത്രത്തെയാണ്. ഹരിശ്രീ അശോകന്റെയും ദിലീപിന്റെയും കരിയറിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു പഞ്ചാബി ഹൗസ്. സിനിമ ഒടുവിൽ ഒരു ആരാധനാലയമായി വളർന്നു. ഹരിശ്രീ അശോകനും ദിലീപും ഹനീഫയും ചേർന്ന ഒടുവിൽ മലയാള സിനിമയിൽ ഒരു വിജയകരമായ ത്രയം രൂപീകരിച്ചു. ഉദയപുരം സുൽത്താൻ, ഈ പറക്കം തളിക, മീശമാധവൻ, തിളക്കം, CID മൂസ, റൺവേ, പാണ്ടിപ്പട തുടങ്ങിയ നിരവധി സിനിമകളിൽ അവർ ഒരുമിച്ച് അഭിനയിച്ചു. സ്വപ്നക്കൂട് എന്ന മലയാള ചിത്രത്തിൽ ഹനീഫയുടെ വെള്ളിത്തറയിൽ ഫിലിപ്പോസിന്റെ വേഷവും ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടു. അതുപോലെ തന്നെ പുലിവാൽ കല്യാണം എന്ന സിനിമയിൽ ഹനീഫയുടെ അവിസ്മരണീയമായ മറ്റൊരു കഥാപാത്രം പുറത്തു വന്നു. അവിടെ അദ്ദേഹം ധർമ്മേന്ദ്രയായി അഭിനയിച്ചു. അതേ പേരിലുള്ള ബോളിവുഡ് ഇതിഹാസ സൂപ്പർ സ്റ്റാറുമായി സിനിമയിൽ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടു. അങ്ങനെ മറക്കാനാവാത്ത ഒരുപാട് വേഷങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചു. 2001 സൂത്രധാരൻ എന്ന ചിത്രത്തിൽ മികച്ച രണ്ടാമത്തെ നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു. 2010 ഫെബ്രുവരി 2 കരൾ രോഗത്തിന്റെ ചികിത്സയിലിരിക്കെ 58-ാം വയസ്സിൽ ചെന്നൈയിലെ ശ്രീരാമചന്ദ്ര ഹോസ്പിറ്റലിൽ വെച്ച് കൊച്ചിൻ ഖനീഫ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുന്നിൽ ശതകോടി പ്രണാമം അർപ്പിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.